ഹലോ ഗൈസ്. ഞാൻ ഇങ്ങനെ എൻ്റെ പിള്ളേരോട്, അതായത് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേരോട് ഞാൻ പറഞ്ഞു, എൻ്റെ ടീച്ചിങ്ങൊക്കെ ഒരാഴ്ചയായല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് റിവ്യൂ അങ്ങോട്ട് എഴുതാൻ പറഞ്ഞു, ഫീഡ്ബാക്ക് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറേ ഫീഡ്ബാക്ക്സ് കിട്ടി. കണ്ടോ, ഇതൊക്കെ പിള്ളേരുടെ ഫീഡ്ബാക്കാണ്. കുറേയൊക്കെ ഞാൻ വായിച്ച്, അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചത്. കുറേയൊക്കെ ഞാൻ വായിച്ചിട്ടോ, കുറേയൊക്കെ ഞാൻ വായിച്ച് അതിലൊക്കെ എന്ന് പറയുന്നത് യുവർ ടീച്ചിങ് ഇമ്പ്രൂവ്ഡ് മൈ ഇംഗ്ലീഷ്. ഞാൻ മാത്സ് പഠിപ്പിച്ചിട്ട് അവർക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആക്കി പറഞ്ഞാൽ തോന്നുന്നുണ്ട്, ഈശ്വര എന്തൊക്കെയാണോ പിള്ളേർ പഠിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെന്ന്. ഇമ്പ്രൂവ്ഡ് മൈ ഇംഗ്ലീഷ് എന്നൊക്കെ ഞാൻ ഒരെണ്ണം വായിച്ചതാണെങ്കിൽ അയ്യോ ഇതെന്താ ചെയ്യാന്ന് തോന്നുന്നുണ്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഡിയർ മാം, യുവർ എക്സ്പ്ലനേഷൻ ഈസ് റിയലി ഗുഡ്. I like you, ma'am. Really happy to have you, ma'am. When you are in our class, ma'am, I felt good, ma'am. Love you, ma'am. And I will never forget you, ma'am. When you tell polynomial is good, ma'am. You are beautiful, ma'am. Your talking is too good, ma'am. But, ma'am, best, ma'am, in the whole world. യുവർ കന്നഡ ഈസ് ഓൾസോ ക്യൂട്ട് മാം. ഞാൻ കന്നഡയിലൊന്നും പറയാറില്ല. ഓക്കെ. മാഡു ചനാഗിതിരെ അങ്ങനെയൊക്കെ ഞാൻ പറയാറ്. പിന്നെ 2 ലവ് ചിഹ്നം ഇട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് മാം ഇൻ ദ ഹോൾ വേൾഡ്. സ്വീറ്റസ്റ്റ് മാം ഫോർ എവർ. താങ്ക് യു മാം. ഞാൻ എന്താ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് എഴുതാൻ പറഞ്ഞിട്ട് ഇത് ഫുള്ള് എന്നെ പുകഴ്ത്തി എഴുതി വെച്ചിരിക്കുക. അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ പിള്ളേർക്ക് വെച്ച് കള്ളി. താങ്ക് യു മാം ഫോർ യുവർ ലവ്. യുവർ സ്മൈൽ ഈസ് ടു ഗുഡ് മാം. 2 2 ഉള്ളത്, ഒരു 2 ഞാൻ കുട്ടിയതാണ്. താങ്ക് യു മാം. ഞാനത് ഓൾറെഡി വായിച്ചാണ്, പക്ഷെ നിങ്ങൾ കേൾക്ക്. പിള്ളേരെ കുറിച്ചുള്ള അഭിപ്രായങ്ങളല്ലേ. ഷീ ടീച്ചേഴ്സ് വെരി വെൽ. പേരൊന്നില്ലേ. ഷീ ടീച്ചേഴ്സ് വെരി വെൽ ആൻഡ് ക്ലിയർ ദ ഡൗട്ട്സ് അബൌട്ട് ദ ടോപ്പിക് ഷീ ഹാഡ് എക്സ്പ്ലെയിൻഡ്. എന്നെ കുറിച്ചാണ് ഇരിക്കുന്നത്. ഷീ ടീച്ച് ലൈക്ക് വി കനോട്ട് ഫോർഗെറ്റ് ഈസിലി ആൻഡ് വെൻ I have doubts, I ask her. She explained me clearly about the doubt. I ask her. She never talk anyone in rudely manner. She will teach. She will play games with us and tell us. നമ്മൾ എന്താ മറ്റേ സംഭവം കളിച്ചിരുന്നു, അപ്പേസി രാജ്യമില്ലേ, അത് ഞങ്ങൾക്ക് ഇവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് നമ്മളൊരു സദ്യ കളിച്ചായിരുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത് തോന്നുന്നുണ്ട്. ഗുഡ് തിങ്സ് ആൻഡ് ടീച്ചേഴ്സ് ഗുഡ് മാനർ. ഷീ നെവർ ടോൾഡ് എനിത്തിങ് അബൌട്ട് എനി പേഴ്സൺ. 9th സ്റ്റുഡൻസാണ് ഇപ്പോൾ എഴുതിക്കുന്നത്. നമ്മളവരായിട്ട് അഭ്യസി രാജ്യമൊക്കെ കളിച്ച 9th പിള്ളേരായിട്ട്. ആരും എഴുതിക്കുന്നതാണ്. മാം, യുവർ ടീച്ചിങ് ഈസ് വെരി ഗുഡ് ആൻഡ് യു ഹാവ് ക്യൂട്ട് പ്രൊനൗൺസിയേഷൻ. എന്നെ കളിയാക്കാൻ തന്നെ ഒരു കുട്ടി എഴുതിക്കുന്നതാണ്. ഇഫ് വി ഹാവ് എനി ടൈപ്പ് ഓഫ് ഡൗട്ട് മീൻസ് യു എക്സ്പ്ലെയിൻ മീ വെരി ഈസിലി വേ. ജസ്റ്റ് ദ തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ടു കർണാടക ഇംഗ്ലീഷ്. എന്താ കർണാടക ഇംഗ്ലീഷ് ഡിഫറെൻറ്റാണ്. അവർ പോളിനോമിയൽസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഞാൻ എങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നറിയാം? പോളിനോമിയൽസ് എന്നാണ് ഞാൻ പോളിനോമിയൽസിന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. അതെന്താ കർണാടക ഇംഗ്ലീഷായിട്ട് എന്താ ഡിഫറൻസ് എനിക്ക് അറിഞ്ഞൂടാ. നത്തിങ് ഈസ് ദെയർ ടു കംപ്ലൈൻറ്റ് ബിക്കോസ് യു ആർ ഗുഡ്. ഈവൻ അലീന മാം ഈസ് സെയിം. ഐ തിങ്ക് യു ഷുഡ് ലേൺ കന്നഡ സോ ദാറ്റ് യു ക്യാൻ എക്സ്പ്ലെയിൻ അസ് ഇൻ ഈസി വേ. ഓക്കെ. അത് പറയുന്നത് പിന്നെ ഈ കുട്ടി പറയുന്നത് ഇവരെ മദർ ടങ്ക് പഠിക്കാനാണ്, കന്നഡ പഠിക്കാനാണ്. കന്നഡ പഠിച്ചു വരുമ്പോഴേക്കും എനിക്കറിഞ്ഞൂടാ കന്നഡ ഞാനെങ്ങനെ പഠിക്കും. ഈ മദർ ടങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും എന്നാണ് പറയുന്നത്. വിൽ ട്രൈ ടു ലേൺ കന്നഡ. ഓക്കെ. ബാക്കി ഓവറോൾ ഗുഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പിള്ളേരുടെ ഫീഡ്ബാക്ക്സ്. നമുക്ക് നന്നാക്കാം അല്ലേ? നന്നാക്കാം. ബൈ.